ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത്തെ നടപടി വന്നിരിക്കുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ പ്രതിപട്ടികയിൽ സുനിൽകുമാറിന്റെ പേര് വന്നതോടുകൂടിയാണ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ബോർഡ് തീരുമാനിച്ചത്. ഈ നേരത്തെ പുറത്തുവന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടടക്കം ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്തിരുന്നു. സുനിൽകുമാറിന്റെ ഭാഗത്തുൾപ്പെടെ വീഴ്ച സംഭവിച്ചുവെന്ന് ഈ നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. പ്രതിപട്ടികയിലുള്ള ഈ ഉദ്യോഗസ്ഥരിൽ നിലവിൽ 2 പേരാണ് സർവീസിൽ ഇപ്പോഴും തുടരുന്നത്. അത് നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ സമാനമായ നടപടി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരെയും ദേവസ്വം ബോർഡ് യോഗം എടുത്തിരിക്കുന്നത്. ഒപ്പം ഈ മറ്റ് തുടർ നടപടികളും ഇന്നത്തെ ബോർഡ് യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ അതിൽ കൂടുതൽ വിശദമായ ചർച്ച വേണമെന്നതാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തിയത്. കാരണം ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം നേരത്തെ വിരമിച്ചവരാണ്. ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ കോടതി ഇവരെ കുറ്റക്കാരനെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ അതിനുശേഷം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാമെന്നും ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദം, വലിയ ആരോപണങ്ങൾ, വലിയ വെളിപ്പെടുത്തലുകൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉയരുമ്പോഴാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. SIT സംഘം ഉൾപ്പെടെ ദേവസ്വം ആസ്ഥാനത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇതിൽ പ്രതി ചേർത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി വന്നിരിക്കുന്നത്. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെതിരെയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെ ദേവസ്വം വിജിലൻസും ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. കാരണം ഈ വർഷങ്ങളായി ശബരിമലയിൽ തന്നെ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഈ 25 വർഷത്തോളം ശബരിമലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. അത് പല സ്വാധീനം കൊണ്ടും അത്തരത്തിലൊരു സ്ഥാനചലനം ഒന്നും തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകാറില്ല. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടി ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇനി കൂടിയാലോചിച്ച് വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക. ഒപ്പം ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമോപദേശവും തേടിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ സർവീസിൽ തുടരുന്നവർക്കെതിരെ മാത്രം അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ മതിയെന്ന ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.